ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ ഷൂട്ടിനാണ്. എല്ലാ വർഷത്തെയും പോലെ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. 1-2 മണിക്കൂറിനകത്താണ് കേട്ടോ ഈ ഒരു 3 ഫോട്ടോഷൂട്ടും പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയത് വിത്ത് മേക്കപ്പോട് കൂടിയിട്ട്. ഫസ്റ്റ് വന്നിട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു സിമ്പിൾ നൈറ്റ് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിംഗിൾ ഷൂട്ടായിരുന്നു. കുഞ്ഞിലെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ തലയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ആഗ്രഹം തീർക്കാനായിട്ട് കടയിൽ കണ്ടതെല്ലാം ഇതുപോലെ മേടിച്ചിട്ട് തലയിലൊക്കെ അവിടെ വെച്ചിരണം ഇവിടെ വെച്ചിരുന്നതൊക്കെ പറഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞ് എന്തൊക്കെയോ സെറ്റ് ചെയ്തു. കുഴപ്പമില്ല, കുഞ്ഞുകുട്ടികളെ പോലെ തോന്നില്ലെങ്കിലും വലിയ ഏതോ ഒരു അമ്മച്ചി ഇതുപോലെ കുഞ്ഞാവാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഗൈസ്. അതൊക്കെ പോട്ടെ. അടുത്തത് വന്നിട്ട് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഞാൻ ചെയ്തൊരു ഷൂട്ടായിരുന്നു. അപ്പോഴേക്കും ആ ഷൂട്ടനും ചേട്ടനും ഞെട്ടി. കഴിഞ്ഞ വർഷമാണ് കേട്ടോ ആ ഷൂട്ട് ഇവിടെ വന്നത്. അന്ന് നമ്മൾ ക്യാറ്റിനെയൊക്കെ വെച്ചിട്ടായിരുന്നു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം കുറേ അധികം ഫോട്ടോസ് എടുത്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫോട്ടോസ് കിട്ടി. ഫുള്ള് സ്റ്റുഡിയോക്കകത്തായതുകൊണ്ട് തന്നെ കുറച്ച് കംഫർട്ടായിരുന്നു. സ്നോ സ്പ്രേ ഇതുപോലെയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ച് എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ കുറച്ചധികം ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഇതാണ്. ഫോട്ടോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ യൂട്യൂബിൽ പോസ്റ്റായിട്ടൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.